ഒഞ്ചിയത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമമെന്ന ജനകീയ മുന്നണി 8ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി ശ്രീജിത്തിന്റെ പേര് മലോൽ ശ്രീജിത്ത് എന്നാണ് അച്ചടിച്ചു വന്നിട്ടുള്ളത്. പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൽ നടപടിയായില്ല. ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചാണ് LDF ഇത്തരം ഗൂഢാലോചന നടത്തുന്നതെന്നും ജനകീയ മുന്നണി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള വലിയ ഗൂഢാലോചന CPMൻ്റെ ഭാഗത്തു നിന്നും അതിന് ചില ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്നു എന്ന ഒരു ആരോപണമാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഉന്നയിക്കാനുള്ളത്. അതിനാധാരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചേർക്കൽ ഘട്ടം മുതൽ ആ വോട്ട് തള്ളിക്കൽ ഉൾപ്പെടെ ഈ പറഞ്ഞ 73 വയസ്സുള്ള വന്ധ്യവയോധികൻ ഉൾപ്പെടെ 19 വർഷക്കാലം വോട്ട് ചെയ്ത ആളുകൾക്ക് പോലും ഈ പ്രാവശ്യം ഞങ്ങളുടെ കണക്കനുസരിച്ച് ഇപ്പോൾ ലഭ്യമായ കണക്കനുസരിച്ച് 188ഓളം ആളുകൾക്ക് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ എവിടെയും ഗ്രാമപഞ്ചായത്തിലോ മറ്റൊരു സ്ഥലത്തും വോട്ടില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണം തന്നെയാണ് ഞങ്ങൾ പിന്നീട് നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ചു. അതിൻ്റെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞു. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോൾ 24-ാം തീയതി ഈ പത്രിക പിൻവലിക്കാനുള്ള അതിൻ്റെ ഏറ്റവും അവസാനത്തെ സമയം എന്ന നിലയിൽ തിങ്കളാഴ്ച ഞങ്ങൾ പത്രിക പിൻവലിക്കലൊക്കെ നടക്കുന്ന സമയത്താണ് ഓരോ സ്ഥാനാർത്ഥിയും തങ്ങളുടെ ബാലറ്റ് പേപ്പറിൽ എന്താണോ പേര് അച്ചടിച്ച് വരേണ്ടത്, അപ്പം ആ നിലയിൽ അച്ചടിച്ച് വരേണ്ട പേര് സംബന്ധിച്ച് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എൻ്റെ പേര് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അറിയപ്പെട്ട പി ശ്രീജിത്ത് എന്ന നിലയിൽ വരണമെന്ന് ഞങ്ങളുടെ വരണാധികാരിക്ക് വളരെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. ഏകദേശം 11:30 തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അന്നേ ആ സമയത്ത് അദ്ദേഹം അത് അംഗീകരിച്ചതിന് ശേഷം വൈകുന്നേരം 2:40 ROയുടെ ഒരു സ്റ്റാഫ് വന്ന് എന്നോട് പറയുന്നത്, നിങ്ങൾ പി ശ്രീജിത്താണ് എന്ന് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അത് 3 മണിക്ക് മുമ്പേ തന്നെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പി ശ്രീജിത്ത് എന്ന ബാലറ്റ് പേപ്പറിൽ അച്ചടിച്ച് നൽകൂ. അങ്ങനെ ഞാനത് 3 മണിക്ക് മുമ്പാകെ തന്നെ ആ രേഖകൾ അദ്ദേഹത്തിന് കൈമാറിയതിന് ശേഷം ഏകദേശം 3:40 ശേഷം ഈ 8 തയ്യൽ വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹം CPMൻ്റെ പ്രാദേശിക നേതാക്കന്മാരുടെ കൂടെ വന്ന് അദ്ദേഹം പി ശ്രീജിത്ത് എന്ന നിലയിൽ തന്നെ വോട്ടർ പട്ടികയിൽ വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വരണാധികാരി വീണ്ടും എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ തർക്കമുണ്ട്, ഈ തർക്കമുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ പറയാവുന്ന രീതിയിലേക്ക് ഉചിതമായ തീരുമാനമെടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചത്, അദ്ദേഹത്തിൻ്റെ രേഖ എന്താണോ പറയുന്നത്, എനിക്ക് ആ രേഖ പറയുന്ന പേര് ബാലറ്റ് പേപ്പറിൽ അച്ചടിച്ച് വരുന്നതിൽ യാതൊരു പ്രയാസവുമില്ല. പക്ഷേ എൻ്റെ പേര് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഞാൻ ഈ ബാലറ്റ് പേപ്പറിൽ ഉപയോഗിച്ച പേര് ഞാൻ കഴിഞ്ഞ വർഷങ്ങളായി പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന പി ശ്രീജിത്ത് എന്ന പേര് തന്നെ അച്ചടിച്ച് നൽകണം എന്ന് പറയുകയാണ് ഉണ്ടായത്. വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. വീണ്ടും പിരിയുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഏത് സമയത്താണ് സർ സ്ഥാനാർത്ഥി പട്ടികയുടെ ഈ പറയാവുന്ന അക്ഷരമാലാക്രമത്തിലേക്കുള്ള ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക? അദ്ദേഹം പറഞ്ഞു, 5 മണിക്കാവില്ല, ഏകദേശം 6 മണിയോടുകൂടി തന്നെ മാത്രമേ ആവൂ എന്ന് പറഞ്ഞു. 6 മണിക്ക് ഞങ്ങൾ വന്നു, 7 മണിക്ക് വന്ന് ആയില്ല. അവസാനം 8 മണിയോടുകൂടിയാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയത്. ഓൺലൈനിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ 8 തയ്യൽ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് നോക്കുമ്പോഴാണ് മനസ്സിലായത്, പി ശ്രീജിത്ത് എന്ന് എനിക്ക് നൽകാതെ മലോൽ ശ്രീജിത്ത് എന്ന് എനിക്കും എൻ്റെ കൂടെ ഈ പരാതി പറഞ്ഞ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിൻ്റെ വീട്ടുപേരുമാണ് നൽകിയത്. അപ്പോൾ തീർച്ചയായും ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു വലിയ ഗൂഢശ്രമം CPMൻ്റെ നേതാക്കന്മാരുടെ ഒത്താശയോടെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് അത് നേരത്തെ തുടങ്ങിയതാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ പേരിൽ മാറ്റം വരുത്തിയത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇത് പ്രതിഷേധാർഹമാണ്. അതറിഞ്ഞത് സമയത്ത് തന്നെ ഞങ്ങൾ 9 മണിയോടുകൂടി ഗ്രാമപഞ്ചായത്ത് RO നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വന്നു. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല, അദ്ദേഹം മടങ്ങിപ്പോയിരുന്നു. പിറ്റേ ദിവസം രാവിലെ 25-ാം തീയതി കാലത്ത് തന്നെ അദ്ദേഹം വന്നപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തപ്പോൾ
ആ പരാതി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പേരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ പരാതി വായിച്ചു നോക്കാൻ പോലും നിൽക്കാത്ത അദ്ദേഹം ഇത് സ്വീകരിക്കാൻ യാതൊരു നിർവാഹവുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറൊന്ന് ആ പരാതി ഒന്ന് വായിക്കണം. ഞാൻ സൗകര്യത്തിൽ വായിച്ചു കൊള്ളാം, തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഞാനിത് വാങ്ങി എന്നതിന് ഒരു ഇതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അങ്ങനെ തന്നേക്കും. ഇത് ഇവിടെ പരിഹരിക്കപ്പെടില്ല എന്ന നല്ല ബോധ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു വർത്തമാനത്തിലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും ഒക്കെ ബോധ്യമായതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനായി അതേ സമയത്ത് തന്നെ ഏകദേശം ഒരു 12 മണിക്കുള്ളിൽ തന്നെ ജില്ലാ വരണാധികാരിയായ ജില്ലാ കലക്ടർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മെയിലിലേക്ക് ഞങ്ങൾ ഈ പരാതി അയച്ചിട്ടുണ്ട്. ഈ സമയമായിട്ടും ഈ 2 പരാതിയും ഒന്ന് പരിശോധിച്ചിട്ട് പോയിട്ടുമില്ല എന്ന് മാത്രമല്ല, പരാതിക്കാരനോട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കൊടുത്ത പരാതി അന്യായമാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പരാതി ഈ സമയത്ത് പരിഗണിക്കപ്പെടാൻ സാധിക്കില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പരാതി പരിഗണിക്കുന്നു എന്നോ ഒന്നും പറയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഞങ്ങൾ കൂട്ടി വായിക്കുന്നത് ഇതൊക്കെ നേരത്തെ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാക്കിയ ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയിൽ ഒഞ്ചിയത്തെ ജനവിധി മാറിപ്പോകുമെന്നോ അല്ലെങ്കിൽ ഒഞ്ചിയത്തെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന മുന്നേറ്റം മാറിപ്പോകുമെന്നോ ഞങ്ങൾ വിചാരിക്കുന്നില്ല. അപരന്മാരെ കൊണ്ടോ പേര് മാറ്റിയത് കൊണ്ടോ ഒന്നും ജനവിധിയെ അട്ടിമറിക്കാൻ സാധിക്കില്ല. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും വോട്ടർമാരും ഇതൊക്കെ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പരാതി കൊടുത്തിട്ട് പോലും ഒരു അനങ്ങാപ്പാറ ആ പരാതിക്കാരനോട് പോലും നീതി പുലർത്താത്ത ഈ സംവിധാനത്തെ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കുക എന്ന ഉത്തരവാദിത്വം കൂടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലൂടെ. ഓന് ജോലി കിട്ടിയ ഓന് മാത്രമല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ